സർക്കാരിന്റെ പ്രതിച്ഛായ വളരെ മോശമാണ്. അണ്ണാവെ പറ്റി പറഞ്ഞ ഞാൻ വാസ്തവത്തിൽ ഈ ഇലക്ഷനിലൊരു 15 സീറ്റ് UDF-നും ബാക്കി LDF-നും കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ, അണ്ണിച്ചോരില്ലാത്തവന്മാരാ. പക്ഷെ ഇത്ര ദാരുണമായ ഒരു പരാജയം LDF-ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്ന മാർഗത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള നയം, അതിനേറ്റ തിരിച്ചടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്നെ തൊട്ടാൽ ഈ കോലാലം പൂരി എരിയും. തിരുത്തിയില്ലെങ്കിൽ ഞാൻ ആ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ദുരന്തമാണ് ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഒരുപക്ഷെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചത് കേരളത്തിൽ ആവർത്തിച്ചു കൂടുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, നീ ഒന്നും ചെയ്യണ്ട. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെ വിമർശിച്ച മാർ ഗീവർഗീസ് കൂറിലോസ് മെത്രാപ്പോലിത്തയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നായിന്റെ മോനല്ലേ എനിക്കെതിരെ പിടി കൊടുത്തത്, അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. ജനങ്ങളാണ് സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നത്. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച. സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്താനുള്ള അവസരമാണ് ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ ഈ ഘട്ടം വലിയ ദുരന്തമാണെങ്കിലും നമ്മൾ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല തയ്യാറാകുന്നത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇതിനെ ഞങ്ങൾ അതിജീവിക്കും. അതിജീവനം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടു. ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒന്നുമല്ല. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. 100% ഞാൻ യോജിക്കുന്നു. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്.